ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി. ഹൈക്കോടതി റദ്ദാക്കിയ ജാമ്യ നടപടിക്കെതിരെ സുപ്രീം കോടതിയിലെത്തിയ അരവിന്ദ് കെജ്രിവാളിന്റെ വക്കീലിനോടാണ് സുപ്രീം കോടതി ചോദിച്ചത്, എന്താണ് ഇത്ര തിരക്ക്, എന്താണ് ഇത്ര അടിയന്തരമായി പരിഗണിക്കേണ്ട യുദ്ധ സാഹചര്യം എന്താണ്? അവധി ദിനമായി ഞായറാഴ്ച ഹർജി ഫയൽ ചെയ്ത് പെട്ടെന്ന് ജയിലിൽ നിന്നും ഇറങ്ങാനുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കം പൊളിഞ്ഞു. കഴിഞ്ഞ ആഴ്ച കീഴ്ക്കോടതി പുറപ്പെടുവിച്ച ജാമ്യ ഉത്തരവിന് മേലുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ അസാധുവാക്കാനുള്ള പോരാട്ടത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അടിയന്തര ആശ്വാസം സുപ്രീം കോടതി തിങ്കളാഴ്ച നിരസിച്ചു. കീഴ്ക്കോടതിയുടെ ഉത്തരവും യുക്തിയും പൂർണ്ണമായി വായിക്കാതെ ജാമ്യം സ്റ്റേ ചെയ്തതിൽ ഹൈക്കോടതിക്ക് പിഴവ് പറ്റിയെന്ന കെജ്രിവാളിന്റെ വാദങ്ങളോട് കോടതി പ്രതികരിച്ചു. പ്രസ്തുത ഉത്തരവ് വരുന്നതുവരെ കാത്തിരിക്കാമെന്നും ഹൈക്കോടതിക്ക് അവസരമുണ്ടെന്നുമാണ് പറഞ്ഞത്. സ്റ്റേ പുനർപരിശോധിക്കാൻ അടിയന്തരമായി സുപ്രീം കോടതി വിസമ്മതിച്ചു. മാത്രമല്ല, ഇനി ബുധനാഴ്ച കേസെടുത്താൽ മതിയെന്നും വാദം അന്ന് കേൾക്കാമെന്നും അത്യാവശ്യമൊന്നും ഇല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി വിധി മാറ്റിവെച്ചിരിക്കുമ്പോൾ ഇടപെടുന്നത് ശരിയല്ല. ഞങ്ങൾ ഈ ഹർജി നാളെയോ മറ്റന്നാളോ പരിഗണിക്കുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്നിരുന്നാലും ഹൈക്കോടതിയുടെ നടപടികൾ അസാധാരണമാണെന്ന് അത് സമ്മതിച്ചു. സ്റ്റേ വിഷയങ്ങളിൽ ഉത്തരവുകൾ റിസർവ് ചെയ്യാതെ സ്ഥലത്ത് തന്നെ പാസാക്കുകയാണെന്നും ജസ്റ്റിസ് മനോജ് മിശ്ര പറഞ്ഞു. മദ്യനയ കേസിൽ കെജ്രിവാളിനെ മാർച്ചിൽ അറസ്റ്റ് ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ ജാമ്യാപേക്ഷയും ചികിത്സാ സഹായം എതിർക്കുകയും ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത 24-നകം ഹൈക്കോടതി വിധി പറഞ്ഞതിന് പിന്നാലെയാണിത്. ജയിൽ വിടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സമർപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അവസാനത്തെ വെല്ലുവിളിയെ തുടർന്ന് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതി താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. കൂടുതൽ വാദങ്ങൾക്കായി കെജ്രിവാളിന്റെ മോചനം ഹൈക്കോടതി ഉടൻ നിർത്തിവെക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ഇടക്കാലത്തേക്ക് സ്വതന്ത്രനാകാൻ കഴിയാത്തത് എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അനുകൂലമായ ഒരു വിധിയുണ്ട് എന്ന് കെജ്രിവാൾ പറഞ്ഞപ്പോൾ തിരക്കിടാതെ എന്നും കാത്തിരിക്കൂ എന്നും കോടതി വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ ആദ്യം അരവിന്ദ് കെജ്രിവാളിനെതിരെ മധ്യകോഴയിൽ പരാതി നൽകിയത് കോൺഗ്രസ് ആയിരുന്നു. എക്സൈസ് നയത്തിൽ കോടികളുടെ അഴിമതി ആരോപിക്കുന്ന ഒരു കൂട്ടം പരാതികൾ, അതിലൊന്ന് മുൻ ഡൽഹി കോൺഗ്രസ് പ്രസിഡന്റ് അനിൽകുമാർ ചൗധരി ഡൽഹി പോലീസിന് സമർപ്പിക്കുകയായിരുന്നു. അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് നാടാകെ മദ്യക്കടകൾ നൽകി നൂറുകണക്കിന് കോടികൾ അഴിമതി ചെയ്തത്. 2022 ജൂലൈ 8-ന് പുതിയ മദ്യനയത്തിലെ ക്രമക്കേടുകളെക്കുറിച്ച് ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അദ്ദേഹം LGVക്ക് സക്സസ് സേനയ്ക്ക് അയച്ചു. ഇതിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ മദ്യക്കച്ചവടക്കാർക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയെന്ന് ആരോപിച്ചു. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ CBI അന്വേഷണം പിന്നീട് ആവശ്യപ്പെട്ടു. 2021 നവംബർ 17-ന് ഡൽഹി സർക്കാർ സംസ്ഥാനത്ത് പുതിയ മദ്യനയം നടപ്പാക്കി. ഇതിന് കീഴിൽ തലസ്ഥാനത്ത് 32 സോണുകൾ സൃഷ്ടിച്ചു. ഓരോ സോണിലും പരമാവധി 27 കടകൾ തുറക്കാൻ അനുമതി നൽകി. ഇങ്ങനെ ആകെ 849 കടകളാണ് തുറക്കേണ്ടിയിരുന്നത്. പുതിയ മദ്യനയത്തിൽ ഡൽഹിയിലെ എല്ലാ മദ്യശാലകളും സ്വകാര്യവൽക്കരിച്ചു. ഇതിനു മുൻപ് ഡൽഹിയിലെ മദ്യവിൽപ്പനശാലകളിൽ 60% സർക്കാരും 40% സ്വകാര്യവുമായിരുന്നു. പുതിയ നയം നടപ്പാക്കിയതോടെ 100% അത് സ്വകാര്യമായി. ഡൽഹിയുടെ പുതിയ മദ്യവിൽപ്പന നയം അനുസരിച്ച് മദ്യം ഹോം ഡെലിവറി ചെയ്യാനും കടകൾ പുലർച്ചെ 3 മണിവരെ തുറന്ന് പ്രവർത്തിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. ലൈസൻസുകൾക്ക് മദ്യത്തിന് പരിധിയില്ലാത്ത ഇളവുകളും നൽകാം. 2022 ഓഗസ്റ്റ് 22-ന് ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയിൽ നിന്ന് കേസിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 2022 സെപ്റ്റംബർ 12-ന് ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻസ് മേധാവി വിജയ് നായരെ CBI അറസ്റ്റ് ചെയ്തു. 2023 ഫെബ്രുവരി 26-നാണ് ഈ കേസിലെ ആദ്യത്തെ അറസ്റ്റ് ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.